ഹലോ എവരിവൺ, ഇറ്റ്സ് മീ നേഹ. നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ജീവിതം മടുത്തു. നിങ്ങളിപ്പോൾ ഏതൊരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും, എന്തൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഈ ഒരു വീഡിയോ നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പടി മുന്നിലോട്ട് എത്തിക്കും. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ വീഡിയോ ജസ്റ്റ് നിങ്ങളിങ്ങനെ കേട്ടു പോകരുത്. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് ഓണാക്കി വെച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ചേഞ്ച് കൊണ്ടുവരാൻ പറ്റില്ല. നേരെ മറിച്ച് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ ഒരു പുസ്തകം ഒരു പെന്നി എടുത്തിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് കുറിച്ച് വയ്ക്കുക. അതല്ലാതെ വെറുതെ നിങ്ങൾ ഈ വീഡിയോ ഇങ്ങനെ ഓണാക്കി വെച്ച് കേട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ടൈമിങ് വെറും വേസ്റ്റിംഗ് ആണ്. ഒരു 5-10 കൂടി പോയി ഒരു 15 മിനിറ്റ് ഈ വീഡിയോ ഉണ്ടാവുള്ളൂ. എന്തായാലും ഒരു 15 മിനിറ്റിൻ്റെ താഴെ ഈ വീഡിയോയുടെ ലെങ്ത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ 15 മിനിറ്റ് ഉള്ള ഈ ടൈം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വെറുതെ കാണരുത്. ജസ്റ്റ് നിങ്ങൾ ബുക്ക് എടുത്തിട്ട് ഞാൻ പറയുന്ന പോയിൻറ്റ്സ് ഒന്ന് ജസ്റ്റ് കുറിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഏതൊരു അവസരത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ട് നിൽക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ട് നിൽക്കുക എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം നിങ്ങൾ അതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കുക. അതായത് നിങ്ങളിപ്പോൾ ഡെയിലി ഇതിൽ സ്ക്രോൾ ചെയ്ത് ഓരോന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്, യൂട്യൂബ്, ഇൻസ്റ്റ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കുക. അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. ബിക്കോസ് നിങ്ങളുടെ ലൈഫിൽ അതില്ലാത്ത, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടാത്ത പല കാര്യങ്ങളും പലരുടെ ലൈഫിൽ കിട്ടുന്നതും അവർ സ്റ്റാറ്റസ് ഇടുന്നതും അവർ സ്റ്റോറി ഇടുന്നതൊക്കെ കുറേ ഇങ്ങനെ കാണുന്ന ടൈമിൽ നിങ്ങൾ കൂടുതൽ ഇങ്ങനെ ഡൗൺ ആയി പോവുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് പറയാനുള്ള സ്റ്റെപ്പ് തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ്. പിന്നെ നിങ്ങളുടെ ലൈഫിൽ യാതൊരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരത്തില്ല. മറ്റുള്ളവരുടെ ലൈഫ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, മറ്റുള്ളവരുടെ വ്ളോഗ്സ്, മറ്റുള്ളവരുടെ സ്റ്റോറി, ഇതന്നെ നിങ്ങളുടെ ലൈഫിൽ നടക്കുള്ളൂ. അല്ലാതെ നിങ്ങളുടെ കാര്യം നിങ്ങളെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചൊന്നും, യാതൊരു ചേഞ്ചും ഈ സോഷ്യൽ മീഡിയയിലെ വ്ളോഗ്സ് ഒന്നും കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നമ്മൾ വെറുതെ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന മറ്റുള്ളവരുടെ ലൈഫ്, മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ടൈം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക അത് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അതൊക്കെ അവരുടെ ലൈഫ്, മറ്റുള്ളവരുടെ ലൈഫ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ അവരവരുടെ ജോലി ഭംഗിയായി ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊന്നും നടക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കാണുക. ഇപ്പം തന്നെ മെയിനായ എല്ലാവരുടെയും പ്രശ്നം അതാണ്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ വ്ളോഗ്സും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അവരുടെ ലൈഫ് അവർ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ വെറുതെ കുത്തിരുന്ന നിങ്ങളുടെ ടൈമാണ് നിങ്ങൾ വേസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് സെലക്ട് ചെയ്ത് അത് മാത്രം കാണുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രെയറാണ്, പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു മിറാക്കിളാണ്, ഒരു അത്ഭുതം തന്നെ എന്ന് പറയാം. നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല, കാരണം നിങ്ങളത് ചെയ്ത് നോക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് ശരിക്കൊരു അത്ഭുതമാണ്. ജീവിതത്തിലെ പല കാര്യങ്ങളും മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു വലിയ അത്ഭുതമാണ് പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഏത് മതവിശ്വാസിയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ദൈവത്തോട് നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുക, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് വെറുതെ പറഞ്ഞ് നിങ്ങളുടെ സമയം കളയരുത്. അതെന്ന് പറഞ്ഞ് തികച്ചൊരു പൊട്ടത്തരാണ്. ഞാൻ പറയുമ്പോൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന ആ ഒരു ടൈം കൊണ്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ദൈവത്തോട് നിങ്ങളത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ട് നിങ്ങൾക്കുള്ള സൊല്യൂഷൻ. സോ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾ ദൈവത്തിനോട് പറയാം. അവിടെ വെച്ച് നിങ്ങൾ പഠിച്ചുകൊണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ സൊല്യൂഷൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലായിക്കോട്ടെ ആ സിറ്റുവേഷനിലെ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചുകൊണ്ട് തുറക്കുക. പിന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും രസമാക്കി വെക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ചവനോട് പറയാം. പക്ഷേ പഠിച്ചവനും നിങ്ങളും തമ്മിലുള്ളൊരു സംസാരം എപ്പോഴും നിങ്ങൾ രഹസ്യമാക്കി വെക്കണം. അത് മറ്റുള്ളവരോട് പോയി പറയാൻ നിൽക്കരുത്. ചിലവരെ ഞാൻ കണ്ടിട്ടുണ്ട്, കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, മറ്റുള്ളവരോട് പോയി പറയും, ഞാൻ ഇന്നത് തുറന്നു, എനിക്ക് ഇന്നത് കിട്ടിയില്ല, ഞാൻ ഇന്നത് ചോദിച്ചു, എനിക്ക് ഇന്നത് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവർ പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലവർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ഇന്നത് പ്രാർത്ഥിച്ചു, എനിക്ക് ഇന്നത് കിട്ടിയെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത്, നിങ്ങൾ തമ്മിലുള്ള സംസാരങ്ങളിലുള്ള നിങ്ങൾ എന്ത് സംസാരിക്കുന്നത് പഠിച്ചുകൊണ്ട് എന്നുള്ളതും നിങ്ങൾ എന്തൊക്കെ സംസാരിക്കുന്നുള്ളതൊക്കെ നിങ്ങൾ രഹസ്യമാക്കി വയ്ക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. പിന്നെ നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പഠിച്ചോ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം.
അങ്ങനൊരു ചിന്ത നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമുക്ക് ആത്മഹത്യ അതുപോലെ മറ്റ് ചിന്തകൾ, വേറെ വേണ്ടാത്ത കുറേ ചിന്തകളൊക്കെ ഒന്നും നമ്മുടെ മനസ്സിൽ പോവില്ല എന്നുള്ളത് നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റും. അപ്പം മറ്റുള്ളവരോട് നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് കരയുന്ന നേരം നിങ്ങളെ പഠിച്ചവരോട്, ദൈവത്തോട് നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും പറയും. ചിലപ്പോൾ മറ്റുള്ളവരോട് നമ്മൾ പറയുന്ന ആൾക്കാർ നമ്മുടെ ചീത്ത കാര്യങ്ങൾ, നമ്മുടെ ആ ഒരു അവസ്ഥ കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ നല്ല അവസ്ഥ കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. പക്ഷേ അവരുടെ കയ്യിലൊന്നും സൊല്യൂഷൻ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നൊരു സൊല്യൂഷൻ കിട്ടും. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബുക്ക്സ് വായിക്കുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഏതൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിലും അവിടെ നിന്നെല്ലാം നിങ്ങളുടെ മൈൻഡിനെ ചേഞ്ച് ചെയ്ത് ആ പുസ്തകത്തിലെ കഥകളിലേക്കും കഥാപാത്രങ്ങളിലേക്കും നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുന്നതിന് കൊണ്ടുപോകും. അതുപോലെ തന്നെ കുറേ അറിവുകൾ നമുക്ക് ഈ പുസ്തകം വായിച്ചാൽ കിട്ടും. നമ്മുടെ സങ്കടവും വിഷമമൊക്കെ മാറ്റാനുള്ളൊരു കഴിവ് പുസ്തകങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വല്ല വിഷമമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ അതിലെ കഥകളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പം നിങ്ങളുടെ വിഷമവും ഇതൊക്കെ നിങ്ങൾ പതുക്കെ പതുക്കെ മറക്കാൻ തുടങ്ങും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വല്ല വിഷമമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ അതിലെ കഥകളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പം നിങ്ങളുടെ വിഷമവും ഇതൊക്കെ നിങ്ങൾ പതുക്കെ പതുക്കെ മറക്കാൻ തുടങ്ങും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുസ്തകം മേടിക്കാൻ പൈസ ഇല്ല എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു, പൈസ ഇല്ല എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പുസ്തകങ്ങൾ ചോദിച്ച് വാങ്ങുക. ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ വേറെ ആരുടെയൊക്കെ കയ്യിലൊക്കെ പുസ്തകങ്ങൾ വായിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ പുസ്തകങ്ങൾ ചോദിച്ച് വാങ്ങുക. എന്നിട്ട് നല്ല നല്ല പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് ക്ലീനിങ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലീനിങ് ചെയ്യാൻ നിങ്ങളെ മൈൻഡും ക്ലീനിങ് ചെയ്യണം, ഒപ്പം നിങ്ങളുടെ സറൗണ്ടിങ്സും നിങ്ങൾ ക്ലീനിങ് ചെയ്യണം. ഏതെങ്ങനെ ക്ലീനിങ് ചെയ്യുകയെന്ന് ചോദിച്ചാൽ നിങ്ങളിരിക്കുന്ന റൂം, എപ്പോഴും നിൽക്കുന്ന ഭാഗം, അതൊക്കെ നിങ്ങളൊന്ന് ചെറുതായിട്ട് ചേഞ്ച് വരുത്തുക. വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് ഒഴിവാക്കുക. അങ്ങനെ കുറച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പീസ്ഫുൾ മൈൻഡിലേക്ക് പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉള്ളത് വെച്ച് നിങ്ങൾ വൃത്തിയാക്കുക. നിങ്ങളുടെ കാണുന്ന സറൗണ്ടിങ്സും നിങ്ങളിരിക്കുന്ന ഭാഗമൊക്കെ നിങ്ങൾ ഒന്ന് ഭംഗിയാക്കുക. എന്നിട്ട് നിങ്ങളൊരു പുതിയൊരു സ്റ്റാർട്ടിങ് എന്നപോലെ തന്നെ നിങ്ങൾ പുതിയൊരു പുസ്തകം എടുക്കുക. പുതിയത് തന്നെ എടുക്കണം. പുതിയൊരു പുസ്തകം എടുത്ത ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ മൈൻഡിലുള്ള നിങ്ങൾക്ക് ഇനി എന്താണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത് നിങ്ങൾ നല്ലപോലെ ചിന്തിച്ച്, ഇനി നിങ്ങൾ എന്തിലേക്കാണ് കടക്കേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങളൊരു ലിസ്റ്റിലേക്ക് എഴുതുക. അതിൽ ലിമിറ്റേഷൻസ് ഒന്നും വെക്കേണ്ട. അത് നടക്കുമോ അത് നടക്കില്ല അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ അങ്ങനെ ഒരു പേജിലേക്ക്, ഒരു പുതിയ പുസ്തകം എടുത്ത് ഒരു പുതിയ പേജിലേക്ക് നിങ്ങൾ എഴുതുക. എന്നിട്ട് നിങ്ങളുടെ ആ ആഗ്രഹങ്ങളിൽ നിന്ന് ഒരു ചെറിയ ആഗ്രഹം എടുക്കുക. ഒരു ചെറിയ ആഗ്രഹം എടുത്തിട്ട്, അതായത് ഒരു ചെറിയ ടൈം പീരീഡുള്ള ഒരു ചെറിയ ആഗ്രഹം എടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിലേക്കൊന്ന് കിടക്കുക. അതിലേക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് സ്റ്റാർട്ടിങ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊന്ന് കൊണ്ടുവരാം. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഞാൻ അടുത്ത പാട്ടിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞെന്ന് ഞാൻ ഒന്നുകൂടി പറയാം. ഒന്നാമതായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. മൂന്നാമതായിട്ട് നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുക. നാലാമതായിട്ട് നിങ്ങൾ നിൽക്കുന്ന ഭാഗം നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യുക. അതായത് നിങ്ങളുടെ സറൗണ്ടിങ്സ്, നിങ്ങളുടെ റൂമും ഒക്കെ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത്, നിങ്ങളുടെ മൈൻഡും അതുപോലെ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വരുത്തി ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സറൗണ്ടിങ്സ് ഉണ്ടാക്കിയെടുക്കുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പുതിയ പുസ്തകം എടുത്തിട്ട് അതിലൊരു ഫസ്റ്റ് പേജിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഇനി എന്താണ് നിങ്ങൾക്ക് ആവാൻ ആഗ്രഹം, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരു ലിമിറ്റേഷൻസ് ഇല്ലാതെ നിങ്ങൾ എഴുതി വെക്കുക.